ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാർഡ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഇന്ന് കാർഡ്സ് എന്താ നിങ്ങളോട് പറയുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. 4 of Pentacles, okay. Justice and 6 of Cups. ഓക്കെ, അഗൈൻ ഇവിടെ എവിടെയെങ്കിലും ഒരു കേസ് നിങ്ങളുടെ പ്രത്യേകിച്ച് ജസ്റ്റിസ് വന്നുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു ജയം ഉണ്ടാവുമെന്നാണ്. നിങ്ങളുടെ ഭാഗത്ത് ഇന്നൊരു നല്ലൊരു തീർപ്പ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരും എന്നാണ്. ഓക്കെ, അത് എന്ത് കാര്യത്തിലായാലും ശരി, ഫൈനാൻഷ്യലി എന്തെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ സ്വത്തിൻ്റെ, വീടിൻ്റെ, whatever, ജോലി എന്തെങ്കിലും സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു കേസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജയിക്കും എന്ന രീതിയിലാണ്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരും ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേടി ഉണ്ടാവാം, എന്നിട്ട് അത് എന്താവും എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഐ തിങ്ക് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടൊരു വിജയം എനിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. പിന്നെ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ അഗൈൻ ഇവിടെ ഒരു നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചതിവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം ഒരു പേടി പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ പിന്നെ അതിനുശേഷം നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനോടും പേടിയാണ്. നമ്മുടെ പണം നഷ്ടപ്പെടുമോ പേടി, നമ്മളുടെ എന്തായാലും നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇനിയും പോയാലോ എന്നുള്ളൊരു പേടി. ഓക്കെ, അങ്ങനെ ആ രീതിക്ക് നിങ്ങൾക്കൊരു പേടി വന്നിട്ടുണ്ടെങ്കിൽ അഗൈൻ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ജസ്റ്റിസ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പോയ സാധനം തിരിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും കിട്ടും എന്ന രീതിക്ക് കൂടിയിട്ടാണ് ഒരു ന്യായം നടക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ അതിലും അഗൈൻ ഒരു വിക്ടറി നിങ്ങളുടെ ഭാഗത്തായിരിക്കും എന്ന രീതിക്കാണ്. ഇത് അഗൈൻ ഇന്നത്തെ ദിവസം ഇവിടെ ജസ്റ്റിസ് ആണ് മെയിൻ തീം വരുന്നത്. ഓക്കെ, ജസ്റ്റിസ് ആയ ന്യായം നിങ്ങളുടെ അടുത്ത് നടക്കും. നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിലും നിങ്ങൾക്കൊരു ന്യായം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ എന്തെങ്കിലും കളവ് പോയി, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അങ്ങനത്തെ കാര്യങ്ങളായാലും ശരി, അതിലും ഒരു ന്യായമായിട്ട് നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തു, എന്ത് തന്നെയായാലും അതിലും നിങ്ങൾക്ക് ന്യായം വരുന്ന രീതിക്കാണ്. അഗെയിൻ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമൊക്കെ കാണുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഇവിടെയും ഇതുണ്ട്, 2 of Cups ഉണ്ടായിരുന്നു. സോ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ഉണ്ട് എന്ന രീതിക്കാണ്. നിങ്ങളെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകാൻ. സോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടാവും എന്ന രീതിക്കാണ്. അത് ഫ്രണ്ട് ആവാം, ഓക്കെ, ബ്രദർ സിസ്റ്റർ ആവാം, ആരും ആവാം. ഓക്കെ, 6 of Cups വരുമ്പോൾ നമ്മൾ ഈവൻ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറയും. സോ മേ ബി നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കൂടി എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു പീരീഡിൽ നിങ്ങൾക്കൊരു ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള സമയത്ത് നിങ്ങളെ ഒരു സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന രീതിക്ക് കാണുന്നുണ്ട്. അതൊരു ന്യായമായിട്ട് യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും അവിടെയും നിങ്ങൾക്കൊരു സക്സസ് വരുന്ന രീതിക്ക്, അതായത് നിങ്ങൾക്കൊരു എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റിസ് ആണ് എൻ്റെ മെയിൻ തീം ഇവിടെ ഫീൽ ചെയ്യുന്നത് എനിക്ക്. യെസ്, ജഡ്ജ്മെൻറ്റും ഉണ്ട് ഇവിടെ. അങ്ങനെ നോക്കുമ്പോൾ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ എനിക്ക് ഒരു സിനാരിയോ കൂടി എനിക്ക് ഫീൽ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മറഞ്ഞ് ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയാൻ മടിച്ചിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ പറയാതിരുന്നിട്ടുണ്ടാവാം. ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ എല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്ന രീതിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. സോ അത് മേ ബി നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, ഓക്കെ, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൊളീഗ് ആയിരിക്കാം, ഓഫീസിലായിരിക്കാം, ജോലി എവിടെയാവാം ഇത്. ഓക്കെ, സോ ഇവിടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് മറച്ച ചില കാര്യങ്ങൾ ഓക്കെ, അതിനി ഒരു പുറത്തു വരുന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു എന്താ പറയുക, ഒരു സംസാരം, ഒരു കോൺവെർസേഷൻ വരിക, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ശരിക്കും നമ്മൾ പറയില്ലേ, ഒരു ഡിസ്കഷൻ വരിക, അതിൽ ചില കാര്യങ്ങൾ പുറത്തു വരുന്ന പോലെ
ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലിടുന്നത് ചിലപ്പോൾ പുറത്ത് വരുന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ സംസാരിച്ച് പക്ഷെ ഇവിടെ വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മേ ബി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ആയിരിക്കാം. മേ ബി ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാതെ ഹോൾഡ് ബാക്ക് ചെയ്ത കാര്യങ്ങളായിരിക്കാം. സോ അതിനെ വീണ്ടും ഒരു തുറന്ന എക്സ്പ്രഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിപ്പോൾ വഴക്ക് പ്രശ്നം ആവണം നിർബന്ധമില്ല. സോ എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതിരുന്നത്, ചില കാര്യങ്ങൾ മറച്ചത്, അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിയും എന്നെടുത്തോളൂ. ഓക്കെ, അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിപ്പോൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിലും ആവാം, ജോലി സ്ഥലത്താവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മറച്ച ചില കാര്യങ്ങൾ അത് തുറന്നു പറയാനുള്ള ഒരു സാധ്യത ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞു കഴിയുമ്പോൾ പക്ഷെ ഇവിടെ ഒരു കുറച്ചുകൂടി നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ജയിക്കുന്ന പോലെ എന്ന് പറയുന്നില്ല ഞാൻ, പക്ഷെ ഇവിടെ ആ സിറ്റുവേഷൻ ഒന്ന് സോൾവ് ആയിട്ട് വരും. ഓക്കെ, ചിലപ്പോൾ മേ ബി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇതുവരെ ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ ഇരുന്നു, മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഹൈഡിങ് എന്ന രീതിക്കല്ല, നിങ്ങൾ ചിലപ്പോൾ തുറന്നു പറയില്ല എന്ന് പറയില്ലേ, ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റും കൂടി വന്നതുകൊണ്ടാണ്. സോ ജഡ്ജ്മെൻറ്റ് കൂടി വരുന്നതുകൊണ്ട് മേ ബി ഇതൊരു ന്യായമായിട്ട് നടക്കുന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് ഒരു തുറന്നു പറച്ചിൽ കൊണ്ടുവരുന്ന പോലെ, ഒരു കൺഫെഷൻ കൊണ്ടുവരുന്ന പോലെ ആയിരിക്കും. അവിടെ എന്തോ മറച്ചു വെച്ചിട്ടുണ്ട് ആരോ ചില കാര്യങ്ങൾ. ഓക്കെ, മേ ബി ഫൈനാൻഷ്യലി ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കുറേ പണം നമ്മൾ പറയില്ലേ ആവശ്യത്തിന് ചിലവാക്കാതെ ഇരിക്കുന്ന രീതിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഫൈനാൻസിൻ്റെ കാര്യം. ഓക്കെ, മേ ബി ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് ചിലപ്പോൾ മറിച്ച് ആരെങ്കിലും ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവാം, അവർ തരാതെ പിടിച്ചു നിന്നിട്ടുണ്ടാവാം. സോ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയും പറയാം. ഓക്കെ, അഗെയിൻ അത് ഞാൻ ഐ തിങ്ക് നേരത്തെ പറഞ്ഞു തോന്നുന്നു. സോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അഗെയിൻ ന്യായം വരുന്ന രീതിക്കാണ്. സോ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ടൈമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കുറച്ച് കാർഡ്സ് ഇതുകൂടി നോക്കാം. എന്തായാലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടൊരു ദിവസമായിരിക്കും. ഇതിൽ നെഗറ്റീവ് അല്ല. ഓക്കെ, ചില കാര്യങ്ങൾ ആ സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചില സാഹചര്യം ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ആ ഒരു പറച്ചിലിന് ശേഷം, ആ ഒരു കാര്യത്തിന് ശേഷം, സിറ്റുവേഷന് ശേഷം ഇവിടെ കുറച്ച് നിങ്ങൾ സമാധാനം ഫീൽ ചെയ്യുന്ന പോലെയുമാണ്. ഓക്കെ, സിങ്ക്രോണിസിറ്റി. ഓക്കെ, സർപ്രൈസ്, ലെറ്റ് ഇറ്റ് അൺഫോൾഡ് ആൻഡ് കമ്പാരിസൺ സ്ട്രഗിൾ. ഇവിടെ നിങ്ങൾക്ക് സൈൻസ് കാണുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിൽ നിങ്ങൾക്കൊരു വിഷമോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറും എന്ന രീതിക്ക്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്കൊരു സയൻസ് യൂണിവേഴ്സ് തരുന്നുണ്ടാവാം. ഓക്കെ, ഇവിടെ സർപ്രൈസ് കാണുന്നുണ്ട്. സോ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കില്ല, ഈ ഒരു കൺഫെഷൻ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ ന്യായം നിങ്ങൾക്ക് കിട്ടുമെന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ലെറ്റ് ഇറ്റ് അൺഫോൾഡ് എന്ന് പറയുന്നുണ്ട്. സോ യെസ്, യൂണിവേഴ്സിന് ഐ തിങ്ക് നിങ്ങൾ ചിലപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കൽ തന്നെ ചിലപ്പോൾ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, സർപ്രൈസ് ആയിട്ടാണ് നടക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ഇല്ല. സോ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്ത് വേദനിപ്പിച്ച ആൾക്കാർ ചിലപ്പോൾ അവർ തന്നെ അവരുടെ തെറ്റ് കൺഫെസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോൾ കുറ്റബോധം തോന്നിയിട്ട്, കാരണം ജഡ്ജ്മെൻറ്റ് കാർഡ് ഉണ്ടായിരുന്നു. സോ കുറ്റബോധം തോന്നിയിട്ട് ചിലപ്പോൾ അവർ കൺഫെസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അവർ തെറ്റ് ചെയ്തു എന്നൊരു റിയലൈസേഷൻ കൊണ്ട്. അതിപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പണം ചീറ്റ് ചെയ്താലും ശരി, ഓക്കെ, നിങ്ങളെ വേറെ ഏതെങ്കിലും ഇമോഷണലി ചീറ്റ് ചെയ്താലും ശരി, അതിൻ്റെയൊക്കെ ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കാം. ആൻഡ് ഇവിടെ അഗെയിൻ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കോർട്ട് കേസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഓക്കെ, നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം വരുന്ന രീതിക്കും ഒരു സർപ്രൈസ് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമായിട്ട് തന്നെ നടക്കും. ആൻഡ് ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പോലെയാണ്. അത് ലെറ്റ് ഇറ്റ് അൺഫോൾഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആരോടും തർക്കിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് നടന്നോളും എന്ന് തന്നെയാണ്. ഓക്കെ, സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ മെസ്സേജ് ഫോർ ടുഡേ. എന്തായാലും ഒരു ജസ്റ്റിസിൻ്റെ കാര്യം ന്യായം നടക്കും എന്ന രീതിക്കാണ് മെയിനായിട്ട്. സോ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു നല്ലൊരു ദിവസമായിട്ട് പ്രതീക്ഷിക്കാമെന്ന്. ഓക്കെ, സോ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.